إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. മുന്നൊരുക്കവും ആസൂത്രണവും കൃത്യമായ നിർവഹണവും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാം ഒഴുകുന്ന ഏത് പ്രവർത്തനവും വിജയത്തിലെത്തൂ. സത്യവിശ്വാസികളെന്ന നിലക്ക് ഏതൊരു പ്രവർത്തനത്തിനൊരുങ്ങുമ്പോഴും ആത്മാർത്ഥമായ പ്രാർത്ഥന അത് വിജയിക്കാൻ ആവശ്യവുമാണ്. ഒരു വെളിപ്പാടകല എന്നോണം അനുഗ്രഹീത മാസമായ വിശുദ്ധ റമളാൻ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. റമളാനിനെ സ്വീകരിക്കാൻ നാം ഉണ്ടാകുമോ എന്നൊക്കെ വിലയിരുത്താനും ആത്മാർത്ഥമായ ഒരുക്കം അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് ഈ ദിനങ്ങളൊക്കെ. അല്ലാഹു ഉണർത്തി, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിൻ്റെ ഫദ്ലും അവൻ്റെ റഹ്മത്തും അത് ജീവിതത്തിൽ നേടിയെടുക്കലാണ് നമ്മുടെ ഒക്കെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഏത് പ്രവർത്തനത്തിലൂടെയും അള്ളാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ടവർ ആഹ്ലാദിക്കട്ടെ, സന്തോഷിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അള്ളാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും ജീവിതത്തിൽ ശേഖരിക്കലാണ് അവർ സമ്പാദിച്ചു കൂട്ടുന്ന മറ്റെന്തിനേക്കാളും ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ അറിയിക്കുന്നു. ഈ വചനത്തിൻ്റെ തൊട്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ എന്ന അവൻ്റെ കലാമിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് കാരുണ്യമായി, മുഴുവൻ മനുഷ്യർക്കും സന്മാർഗമായി, മനുഷ്യ മനസ്സുകളെ രോഗാതുരമാക്കിയ ഏതൊക്കെ രോഗങ്ങളുണ്ടോ അതിൽ നിന്ന് ശിഫയായി, ശമനമായി ഇതാ അള്ളാഹുവിൻ്റെ സതുപദേശമായ വിശുദ്ധ ഖുർആൻ
നിങ്ങൾക്കിതാ വന്നു കിട്ടിയിരിക്കുന്നു എന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിച്ചത്. അള്ളാഹു അവൻ്റെ മുഴുവൻ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കാൻ മനുഷ്യരിലേക്ക് ഇറക്കാൻ തെരഞ്ഞെടുത്ത മാസമാണ് വിശുദ്ധ റമളാൻ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ റമളാനിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ റമളാൻ ഒരു അവസരമാണ്. കഴിഞ്ഞുപോയ റമളാനുകളെ വിലയിരുത്താനും വരുന്ന റമളാനിനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ലഭിച്ച മഹത്തായ അവസരമാണ് റമളാൻ. അതൊരിക്കലും പാഴാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ഒരേ സമയം കടന്നു വന്ന രണ്ട് സ്വഹാബികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അതിലൊരാൾ കാന അക്സറ ഇജ്തിഹാദൻ വത്വാഅ, അള്ളാഹുവിന് വേണ്ടി ഒരു സൽക്കർമ്മിയായി ജീവിക്കാൻ അതിതൽപരനായ ഒരാൾ. അദ്ദേഹം അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മറ്റേയാൾ 1 വർഷം പിന്നിട്ട് സ്വാഭാവിക മരണം വരിച്ചു. അങ്ങനെ ഒരിക്കൽ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിലൂടെ ദഖല ഹാദൽ ജന്നത ഖബ്ലഹു, രക്തസാക്ഷിയെക്കാളും പിന്നീട് 1 വർഷം ജീവിച്ച് സ്വാഭാവിക മരണം വരിച്ച വ്യക്തിയാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നത് സ്വപ്നത്തിലൂടെ കണ്ടത്. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മിൻ അയ്യി ഷൈഇൻ തഅജബൂൻ, നിങ്ങൾ എന്തിനാ അത്ഭുതപ്പെടുന്നത്? അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന, ആ രക്തസാക്ഷിയെക്കാളും 1 വർഷം കൂടി ഇദ്ദേഹം ജീവിച്ചില്ലേ? വഅദ്റക റമളാനു ഫസ്വമ വസല്ല കദാ വകദാ സജ്ദതൻ ഫിസ്സന, പിന്നീട് അദ്ദേഹത്തിന് ആ വർഷത്തിൽ ഒരു റമളാൻ സമാഗതമായി നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലേ? ആ 1 വർഷത്തിൽ ഇത്ര നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങളിൽ ഇത്ര സുജൂദുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ? ഖാലൂ ബല, അവർ പറഞ്ഞു അതെ പ്രവാചകരെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഫലമാ ബൈനഹുമാ അബ്അദു മാ ബൈനസ് സമാഇ വൽ അർദ്, അവർ രണ്ടുപേരും സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ ആകാശഭൂമികൾ തമ്മിലുള്ള അന്തരമുണ്ടായി എന്നതാണ്. അതാണ് രക്തസാക്ഷിയേക്കാളും മുന്നിലായി സ്വാഭാവിക മരണം വരിച്ച വ്യക്തി സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത്. ഇതാണ് റമളാൻ കൊണ്ട് നമുക്കുണ്ടാവേണ്ട മാറ്റം. അതുകൊണ്ട് റമളാൻ വരും മുമ്പ് റമളാനിനായി ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. റമളാനിന് മുമ്പ് റമളാനിലേക്ക് ഒരു ഹൃദയബന്ധം ശക്തിപ്പെടുത്തുക. ഹൃദയമറിയാത്ത റമളാൻ, ഹൃദയമറിയാത്ത നോമ്പ്, ഹൃദയമറിയാത്ത സൽക്കർമ്മങ്ങൾ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഹൃദയബന്ധം റമളാനിലേക്കുണ്ടാവണം. നമ്മുടെ ഹൃദയവുമായി ഒരുങ്ങുക, അതിൻ്റെ ഭാഗമാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഏതൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി നാം നശിക്കാൻ ഹേതുവാകുമോ ആ ഹൃദയങ്ങളെ ബാധിച്ച രോഗങ്ങളിൽ നിന്ന് നാം മുക്തരാകണം. ഭൗതികമായി നമ്മുടെ ശരീരത്തെ എടുത്തു നോക്കിയാൽ പ്രത്യേകിച്ചും ഹൃദയത്തെ സംബന്ധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഏത് വില കൊടുത്തുള്ള ചികിത്സ ചെയ്ത് തൻ്റെ ഹൃദയത്തെ രോഗമുക്തമാക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് പറയുന്ന ഞാനും നിങ്ങളൊക്കെയും. മറ്റു ചെറിയ രോഗങ്ങളൊക്കെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ വിട്ടാലും ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗത്തെ അതെത്ര ചെറുതാണെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കും. കാരണം ഹൃദയത്തിൻ്റെ വില അതാണ്. നമ്മൾ ജീവിക്കുന്നത് ഹൃദയം കൊണ്ടാണ്.
അതുകൊണ്ട് തന്നെ ആത്മീയമായ ഒരു പരിശോധന നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ, മനുഷ്യരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഗുണം പറഞ്ഞു കൊടുത്തു. കുല്ലു മഖ്മൂമിൽ ഖൽബി വസദൂഖുൽ ലിസാൻ. 2 ഗുണം പറഞ്ഞു. അവ സ്വഹാബത്ത് പറഞ്ഞു, സദൂഖുൽ ലിസാനിന അരിഫു. സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞങ്ങൾക്കറിയും. അത് സംസാരിക്കുമ്പോൾ സത്യം പറയലാണ്, സത്യമേ പറയാവൂ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. പക്ഷെ മഖ്മൂമുൽ ഖൽബ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവൻ നഖിയ്യു തഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ്. ഹൃദയത്തിൽ അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അത്തരത്തിലുള്ള കറകളൊന്നും ചേരാത്ത ഹൃദയത്തിൻ്റെ ഉടമ അവനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠവാൻ. ഈ വിശുദ്ധ റമളാനിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പ് വന്ന് അകൽച്ചയിൽ കഴിയുന്നുണ്ടോ, ആ അകൽച്ചകളൊക്കെ തീർത്തു വേണം അത്താഴം കഴിക്കാൻ, അങ്ങനെ വ്രതത്തിലേക്ക് കടക്കാൻ. അതിനെ നിസ്സാരമാക്കിയാൽ നമ്മുടെ വ്രതവും സൽക്കർമ്മങ്ങളും വ്രതാവിലാകും, അത് നഷ്ടമാകും, നിഷ്ഫലമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ ഹൃദയശുദ്ധിയോടെ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയത്തിൻ്റെ മിടുപ്പുകൾ ഏത് സമയമാണ് നിശ്ചലമാകുക എന്ന് നമുക്കറിയില്ല. അതിൻ്റെ മുമ്പിൽ പ്രായഭേദമില്ല എന്ന് നമുക്കൊക്കെ ബോധ്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലരും അങ്ങനെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം മാറണം. മറ്റൊന്ന് പറയാനുള്ളത്, ഒരു പക്ഷാതാപ മനസ്സ് ആ ഹൃദയത്തിൽ നിന്ന് ഉയരണം എന്നതാണ്. പക്ഷാതാപ മനസ്സിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചെറുദോഷങ്ങൾ സംഭവിക്കാത്ത ആരുമില്ല. ചെറുദോഷങ്ങൾ ഏതൊരു മനുഷ്യനിലും വരും. അത് എത്ര ശ്രദ്ധിച്ചാലും ഒരു പക്ഷെ വരാം. അതൊക്കെ അള്ളാഹിനോട് പറയാതെ തന്നെ പൊറുക്കപ്പെടാൻ അള്ളാഹ് ചില കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ. നമ്മളിങ്ങനെ ഈ 3 ഇബാദത്തുകളിലായി നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5 നേരത്തെ നമസ്കാരം, ഒരു ജുമുഅ കഴിഞ്ഞാൽ അടുത്ത ജുമുഅ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഈ ഇബാദത്തുകൾ അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ഇങ്ങനെ ഒരു ദിവസം അള്ളാഹിൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ കഴിയുക എന്നത്, ഒരു മാസം അള്ളാഹ്ക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കുക എന്നത്, 5 നേരം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവസരം കിട്ടുക എന്നത് എത്രമാത്രം സന്തോഷകരമാണ്. അങ്ങനെ ആരാധനകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയാണ്, ഈ കാര്യങ്ങളുണ്ടല്ലോ, 5 നേരത്തെ നമസ്കാരം, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അവക്കിടയിൽ സംഭവിക്കുന്ന ചെറുദോഷങ്ങളെ മുഴുവൻ ഈ ഇബാദത്തുകൾ അള്ളങ്ങനെ മായ്ച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദജ്തനബൽ കബായിർ, ഒറ്റ നിർദ്ദേശം പറഞ്ഞു, ഷർത്ത് പറഞ്ഞു, അവൻ വൻ പാപങ്ങൾ വെടിഞ്ഞാൽ. വൻ പാപങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കാം. ഇനി വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അവരൊന്നും ഖേദിക്കേണ്ടതില്ല. അല്ലാഹ് പാപ്പികളെ പ്രത്യേകം അഭിസംബോധന ചെയ്താണ് പറഞ്ഞത് സൂറത്തു സുമറിലൂടെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആയത്തിലൂടെ അല്ലാഹ് ആരെ വിളിക്കുന്നത്? അമിതമായ തെറ്റുകൾ വന്ന, വീഴ്ചകൾ വന്ന അടിമകളെ എന്നാണ് അള്ളാഹുവിൻ്റെ വിളി. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. വീഴ്ചകൾ, വൻ പാപങ്ങൾ അടക്കം സംഭവിച്ചിട്ടുണ്ടോ? അള്ളാഹിൻ്റെ റഹ്മത്ത് വിശാലമാണ്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട, അള്ളാഹിനോട് പറഞ്ഞാൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെ വൻ പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവർ ഈ റമളാനിന് മുമ്പ് അതിൽ നിന്നൊക്കെ വിട്ട്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, ആത്മാർത്ഥമായ മനസ്സിൽ തട്ടിയ നിലക്ക് റബ്ബിനോടാണ് എടുത്തു പറയാം. അങ്ങനെ പറഞ്ഞാലോ, ലല്ലാഹു അഫ്റഹു ബി തൗബതി അബ്ദിഹി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരടിമ തെറ്റിൽ നിന്ന് മുക്തനായി റബ്ബിനോട് പശ്ചാത്തപിക്കുമ്പോൾ അവനോടാണ് തൻ്റെ സുട്ടാവായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ പശ്ചാത്താപം ഈ സന്ദർഭത്തിൽ ഉയർന്ന് റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ കലാമാണ്
നമ്മുടെ ഹൃദയത്തിലുള്ള, നമ്മുടെ കൈകളിലുള്ള, നമ്മുടെ വീടുകളിലുള്ള അള്ളാഹുവിൻ്റെ ഖുർആൻ. ആ ഖുർആനുമായി ഇതുവരെ ഇല്ലാത്തൊരു ബന്ധം കൂടുതലുണ്ടാക്കണമെന്ന ചിന്ത ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന് മാത്രമായി ചില ആളുകളുണ്ട്, അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ. എല്ലാ മനുഷ്യരും അതിലില്ല. മനുഷ്യരിൽ നിന്ന് ചിലർ മാത്രം അള്ളാഹുവിൻ്റെ ആളുകളാണ്. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, അവരാരാണ് അള്ളാഹുവിൻ്റെ ദൂതരെ? ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വഖാസതുഹു, ആ ഖുർആനിൻ്റെ ആളുകൾ അള്ളാഹിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മൾ എത്തിപ്പെടേണ്ട മേഖല എന്നത് അള്ളാഹുവിൻ്റെ ഒരാളായി മാറാൻ, അവൻ്റെ ഒരു ഇബാദുർ റഹ്മാൻ ആയി മാറാൻ നമുക്ക് സാധിക്കണം. നമുക്കൊക്കെ മനോവിഷമം നേരിടുമ്പോൾ പ്രാർത്ഥിക്കാൻ ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും മഹത്തായൊരു പ്രാർത്ഥനയാണ് ദുആഉൽ ഹമ്മി വൽ ഹസൻ. മനോവിഷമത്തിലകപ്പെട്ടവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക് വബ്നു അമതിക് നാസുയതി ബിയദിക് മാലിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖലാഉക് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അവസാനം കാണും, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, വിശുദ്ധ ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ, എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കണേ, എൻ്റെ സകല വിഷമങ്ങളും പോക്കിക്കളയുന്നതാക്കണേ, എൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതാക്കണേ വിശുദ്ധ ഖുർആൻ. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴും അതും ഹിഫ്ള് ചെയ്യുമ്പോഴും അത് പാരായണം ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോഴും വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമായി മാറണം, നമ്മുടെ മനസ്സിന് വെളിച്ചമായി സമാധാനമായി മാറണം. നമ്മൾ അകപ്പെടുന്ന പ്രയാസങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മുഖേന, അതനുസരിച്ചുള്ള ജീവിതം മുഖേന, അതുകൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ഒരു ജീവിതം പ്രദാനം ചെയ്യണം. അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരായി, അത് കൂടുതൽ ആ നിലക്ക് പാരായണം ചെയ്യുന്നവരായി നമ്മൾ മാറണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കാരം നിലനിർത്തി നാം നൽകിയത് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവരൊരു പ്രതീക്ഷിക്കുന്നത് നഷ്ടം വരാത്ത ഒരു ലാഭ കച്ചവടമാണ് എന്നതാണ്. അതാണ് പരലോക വിജയം. ആ പരലോക വിജയത്തിനാണ് അള്ളാഹ് ഇബാദത്തുകളും പ്രാർത്ഥനകളും ദിക്റുകളും എല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ജീവിക്കാനും അതിന് പ്രത്യേകം ഒരുങ്ങേണ്ട റമളാനിന് വേണ്ടി തയ്യാറെടുപ്പ് നിർവഹിക്കാനും നാം ശ്രദ്ധിക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മുർനി ബി അമലിൻ യാ റസൂലല്ലാഹ്, എനിക്കൊരു കർമ്മം, ഒരു അമൽ, ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എന്നോട് കൽപ്പിക്കണം, എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്കുക. ലാ ഇദ്ല ലഹു, അതിന് തുല്യമായി ഒന്നുമില്ല. ഏറ്റവും മഹത്തായൊരു സൽക്കർമ്മമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പഠിപ്പിച്ചത്. അത് ഫർളും സുന്നത്തും ഒക്കെ ആണ്. സുന്നത്തായ നോമ്പുകൾ ഒരു പക്ഷേ പലരും നിർവഹിക്കാറുണ്ടാകില്ല. ആരോഗ്യമുള്ളവർ ശ്രദ്ധിക്കുക. സുന്നത്തുകളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നോമ്പുകളുണ്ട്. അറഫ, അതുപോലെ ഷവ്വാലിലെ 6 നോമ്പ്, അതുപോലെ മുഹറം 9, 10, അതൊക്കെ നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതിന് പുറമെ പറഞ്ഞ സുന്നത്തുകൾ പരമാവധി എടുക്കാൻ കഴിയുമെങ്കിൽ അത് ശ്രദ്ധിക്കുക. എന്നാൽ ഫർള് നഷ്ടപ്പെടാതെ തന്നെ കാത്തു സൂക്ഷിക്കണം. അതിന് തുല്യമായി മറ്റൊന്നില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് സഖഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരാളെ ക്ഷണിക്കുകയാണ് താൻ തയ്യാറാക്കി വെച്ച പാല് കുടിക്കാൻ. അപ്പോൾ ക്ഷണിക്കപ്പെട്ട ആൾ പറഞ്ഞു, ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അസ്സുയാമു ജുന്നത്തും മിനന്നാർ കജുന്നത്തി അഹദിക്കും മിനൽ ഖിതാൽ.
യുദ്ധത്തിൽ ശത്രുവിൻ്റെ വെട്ടും കുത്തും ഏൽക്കാതിരിക്കാൻ നിങ്ങൾ സ്വീകരിക്കുന്ന പരിച പോലെ നരകത്തിൽ നിന്ന് നിങ്ങളെ തടുക്കുന്നതാണ് നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോമ്പ് മാത്രമല്ല, നമ്മൾ മുഴുകുന്ന ഏത് ഇബാദത്തും സൽക്കർമ്മങ്ങളും നരകമോചനം ലക്ഷ്യമാക്കി നിർവഹിക്കേണ്ടതാണ്. ഫമൻ സുഹ്സിഹ അനിന്നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ ആരാണ് പ്രവേശിക്കപ്പെടുന്നത്? അവരാണ് വിജയിച്ചവർ. അതിന് ഏറ്റവും നമ്മെ സാധ്യമാക്കുന്ന, നമ്മെ അർഹമാക്കുന്ന ഒന്നാണ് നമ്മിലൂടെ കടന്നു വരുന്ന റമളാൻ. മൻ സോമ യൗമൻ ഫീ സബീലില്ലാ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. അള്ളാന്റെ മാർഗത്തിൽ ഇഖ്ലാസോടെയാണ് ഒരാൾ ഒരു ദിവസത്തെ നോമ്പ് നോൽക്കുന്നതെങ്കിൽ 70 വർഷക്കാലത്തെ അകലം നരകത്തിൽ നിന്ന് അവൻ്റെ തടിയെ, അവൻ്റെ മുഖത്തെ അള്ളാഹ് അകറ്റിക്കളയുമെന്നാണ്. ഈ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി നോമ്പ് നഷ്ടപ്പെടരുത് എന്ന് ആദ്യം ചിന്തിക്കുക. ആ നോമ്പിൻ്റെ തലേന്ന് തന്നെ നിയ്യത്തിനെ മനസ്സിൽ കരുതുക. നാളെ നോമ്പാണല്ലോ, നാളെ നോമ്പ് നോൽക്കണമല്ലോ എന്ന തീരുമാനമെടുക്കുക ഓരോ രാവിലും. അതുപോലെ ഒരു തറാവീഹും നഷ്ടപ്പെടാതെ, ഒരു ജമാഅത്തും നഷ്ടപ്പെടാതെ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ വീണ് കിട്ടിയതാണ്. അടുത്ത റമളാനിലേക്ക് ഞാൻ ഉണ്ടാകണമെന്നില്ല എന്നൊക്കെ ചിന്തിക്കാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നിർവഹിച്ച് അവൻ്റെ തൃപ്തി നേടി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ ശിഫാഅൻ ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ യാ അർഹമർ റഹീമീൻ. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.